നമ്മൾ നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് ഇന്നലെ ദേശീയപാത ഇടിഞ്ഞ് തകർന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. നിരവധി വാഹനങ്ങൾ അവിടെ ദേശീയപാതയിൽ കുടുങ്ങി, സർവീസ് റോഡിലടക്കം കുടുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ യോഗം ചേരാൻ പോകുകയാണ്. ഏതായാലും രാജ്കുമാർ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. വലിയ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്ത് വിശദീകരണമാണ് ദേശീയപാത അതോറിറ്റിക്ക് നൽകാനുള്ളത്? ഇന്ന് വരുന്ന യോഗത്തിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും വിശദീകരിക്കുക? ഈ ദേശീയപാത നിർമ്മാണം ആരംഭിച്ച, അതായത് കൊല്ലത്ത് പ്രത്യേകിച്ച് ശിവാലയ കൺസ്ട്രക്ഷൻസിൻ്റെ നേതൃത്വത്തിലുള്ള ഏതാണ്ട് 31 കിലോമീറ്റർ വരുന്ന ഒരു റീച്ച്, ആ റീച്ചിൽ മാത്രം നിരവധി അപകടങ്ങൾ. ഒരാൾ മരിച്ചു, ഒരാൾ മണ്ണിനടിയിൽപ്പെട്ട് മരിച്ചു, ഒരാളുടെ കൈ അറ്റുപോയി, മറ്റു ചിലർക്ക് പരിക്കേറ്റു. ഇതെല്ലാം നമ്മുടെ അതിഥി തൊഴിലാളികൾക്ക് സംഭവിച്ചതാണ്. മറ്റു മലയാളികൾക്കൊന്നും ഇതുവരെ ഒന്നും അങ്ങനെ അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. തൊഴിലാളികൾ ഏറെയും 99% അതിഥി തൊഴിലാളികളാണ്. അവർക്കാണ് ഈ അപകടം സംഭവിച്ചത്. രണ്ട് സ്ഥലങ്ങളിൽ പാലത്തിൻ്റെ സ്പാനുകൾ തകർന്നുപോയി. അങ്ങനെയൊക്കെയായിരുന്നു മുമ്പ് നടന്ന അപകടങ്ങൾ. ആ സമയത്തും ഇതേപോലെ തന്നെ ഈ പറയുന്ന NHAIയുടെ അതോറിറ്റിയുടെ ആളുകൾ വന്നു. സംസ്ഥാന ഗവൺമെൻറ് ശക്തമായി ഇതിൽ ഇടപെട്ടു. അവരോട് വിശദീകരണം ചോദിച്ചു. ഇതെല്ലാം ഇനി ഇങ്ങനെ സംഭവിക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു പോകുന്നതല്ലാതെ ഇതൊരു തുറക്കഥയായി മാറുന്നതാണ്. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ഈ മൈലക്കാട്, കൊട്ടിയം കഴിഞ്ഞ് ഈ ചാത്തന്നൂരിലേക്ക് പോകുമ്പോഴുള്ള മൈലക്കാടിൽ ഈ സംഭവിച്ചത്. ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം നമുക്കതിൻ്റെ ഇതിൽ കാണാം. ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതിൻ്റെ അടിയിൽ വലിയൊരു പണ്ട് ഇവിടെ ഏതൊരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പുഴ ഒഴുകിയിരുന്ന സ്ഥലമാണ്. ആ പുഴ മരിച്ചുപോയി. ആ പുഴ വറ്റിയ സ്ഥലത്ത് ജനങ്ങൾ കൃഷി ചെയ്തിരുന്നു. ഈ ഭൂമിയുടെ മീതെയാണ് ദേശീയപാത മുമ്പ് കടന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ആ ദേശീയപാതയിലാണ് അശാസ്ത്രീയമായി ഇത്ര ടൺ ഭാരമുള്ള, നമുക്ക് സങ്കല്പിക്കുന്നതിലും അപ്പുറത്തെ മറ്റു ടൺ ഭാരമുള്ള മണ്ണ് നികത്തി അപ്രോച്ച് റോഡ്, പാലത്തിന് വേണ്ടി അപ്രോച്ച് റോഡ് നിർമ്മിച്ചത്. ഈ ഭൂമിക്കടിയിൽ ശക്തമായ നീരൊഴുക്കുള്ള സ്ഥലമാണെന്നുള്ളത്, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഘടനയോ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഇവർ പരിശോധിച്ചില്ല എന്നാണ് ആക്ഷേപം. ഈ ആക്ഷേപം നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. ഇവിടെ സ്പാനുകൾ സ്ഥാപിച്ച് ചെയ്യണമെന്ന് നാട്ടുകാരിൽ മുമ്പ് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഇത് ചെവിക്കൊള്ളാത്തതിൻ്റെ ഒരു ദുരന്ത ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ച എന്ന് പറയുന്നത്. ഏതാണ്ട് ഈ റോഡിൽ നിന്ന് 3.5 മീറ്റർ വീതിയിൽ ഇതിൻ്റെ ഈ ഭൂമി തന്നെ തള്ളിപ്പോയിട്ടുണ്ട്. അവിടെ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ നമുക്ക് കാണാം. ഫീഡറുകളെല്ലാം തകർന്നു. ആ പോസ്റ്റുകളെല്ലാം ചരിഞ്ഞ നിലയിലാണ്. അതും ഏത് സമയത്തും അത് മറിയാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ ഭൂമി തന്നെ ഒരു വശത്തേക്ക് താഴ്ന്നു പോയി എന്നാണ് നമുക്ക് സാങ്കേതികമായി ഇതിൻ്റെ വിദഗ്ധർ നമുക്ക് തരുന്ന വിവരങ്ങൾ. നമുക്കിതിനകത്തൊന്നും പറയാൻ കഴിയില്ലെങ്കിൽ പോലും സാങ്കേതിക വിദഗ്ധർ പറയുന്നത് ഭൂമി താഴേക്ക് ഇരുത്തിയിട്ടുണ്ട്. ആ ഇരുത്തിയതിൻ്റെ ഫലമായി, ഭാരം താങ്ങാനാകാതെ ഇരുത്തിയതിൻ്റെ ഫലമായിട്ട് ഈ ഭൂമിയുടെ നല്ലൊരു വശം ഇടതുവശത്തേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. അങ്ങനെയാണ് സർവീസ് റോഡെല്ലാം ഏതോ ഒരു ഭൂകമ്പം അല്ലെങ്കിൽ ബോംബ് വീണ നാട്ടിലൊക്കെ പലതും നമ്മൾ TV-യിലൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ തകർന്ന റോഡുകളും മറ്റും വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ഇവിടെ ആ സമയത്തുണ്ടായിരുന്നത്. സ്കൂൾ ബസ് ഉൾപ്പെടെ ഇതിലേക്ക് കടന്നുപോയി. ആ സമയത്ത് ഈ അപകടം സംഭവിച്ചു. അതിലുണ്ടായിരുന്ന കുട്ടികൾ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അതിൽ മനുഷ്യർക്ക് ആർക്കും ഒന്നും സംഭവിക്കാതെ പോയത്. ഒരുപക്ഷെ ഇത് കുറച്ചുകൂടി തീവ്രമായ സംഭവമായിരുന്നെങ്കിൽ അതിൽ മനുഷ്യൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായേനെ. ഇത് ഇവിടെ മാത്രമല്ല, ഇനിയും ഇതിലിപ്പോൾ ശിവാലയ കൺസ്ട്രക്ഷൻസിൻ്റെ ഇതിൽ നടക്കുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലെയൊക്കെയുള്ള ഒരു പരിശോധന വേണമെന്ന് മുമ്പും പലവട്ടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൊല്ലം MP-യോട് ഇക്കാര്യത്തിൽ പലവട്ടം ജനങ്ങൾ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഇടപെടാം എന്ന് പറയുന്നതല്ലാതെ ഇതൊരു തുറക്കഥയായി മാറുന്നു. ഇതിൽ നിലവിൽ സംസ്ഥാന ഗവൺമെൻറ് ഇതിലാകെയുള്ള ഒരു മേൽനോട്ടമെന്ന് പറയുന്നത് ഇതിൽ ഈ ഭൂമി എടുത്തു കൊടുത്തു എന്നുള്ളൊരു തെറ്റ് മാത്രമേ സംസ്ഥാന ഗവൺമെൻറ് ചെയ്തിട്ടുള്ളൂ. അത് നല്ല ഒരു ഉദ്ദേശത്തിന് വേണ്ടി, ദേശീയപാത വേണമെന്നൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് സംസ്ഥാന ഗവൺമെൻറ് ഇത് ചെയ്തത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഈ കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നു. ഇതെല്ലാം ഈ പ്രതിഷേധക്കാർക്കുമൊക്കെ ഇതിൽ അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെ പഴിക്കുക എന്നുള്ളതിലുപരി ഇതിൽ നടന്നിരിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി? ഇതിൻ്റെ NHAI ആണ് ഇതിൻ്റെ DPR തയ്യാറാക്കുന്നത്. സാങ്കേതിക പരിശോധന നടത്തുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതൊരു കരാർ നൽകിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇത് കൺസ്ട്രക്ഷൻസിൻ്റെ കരാർ ഒപ്പിട്ടിരിക്കുന്നത് ഈ ശിവാലയ കൺസ്ട്രക്ഷൻസും ദേശീയപാത അതോറിറ്റിയുമായിട്ടാണ്. ഇതെല്ലാം ഈ പശ്ചാത്തലങ്ങളും ഈ ഒരു സത്യാവസ്ഥ നിലനിൽക്കുമ്പോഴാണ് ഇത് സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുവരുന്നത്. ഇന്നലെ തന്നെ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ 10:30 NHAI അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും ദുരന്ത നിവാരണ സമിതിയുടെയും മറ്റും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ആ
മീറ്റിങ്ങിൽ ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത് പോലെ സ്പാൻ വിട്ട്, അതായത് തൂണുകൾ സ്ഥാപിച്ചുകൊണ്ട് ഈ പാലത്തിൽ നിന്നുള്ള അപ്രോച്ച് റോഡ് എന്നുള്ളത് തൂണുകൾ സ്ഥാപിച്ച് വേണമെന്നുള്ളൊരു നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ 10:30 നടക്കുന്ന ആ യോഗത്തിൽ ഈ തൂണുകൾ വേണമെന്നുള്ളൊരാവശ്യം അവർ ഉന്നയിക്കും. ഇതിൻ്റെ ഈ ചെലവ് ഏറുന്നു, അല്ലെങ്കിൽ ഇതൊന്നും കേരളത്തിൻ്റെ ഇതിന് സുരക്ഷിതമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് തൂണുകൾ ഒഴിവാക്കി ഇങ്ങനെ മണ്ണിട്ട് മല പോലത്തെ ഒരു മണ്ണിട്ട് ഈ വൻമതിൽ തീർത്തുകൊണ്ട് ദേശീയപാത ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും അതിൽ നാട്ടുകാർ പലപ്പോഴും ഇതിലെ സമരസമിതി ഉൾപ്പെടെ അവർ ഉന്നയിച്ചിരുന്നു. ഇത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ പല സ്ഥലത്തും നടക്കുന്നു. ഈ റോഡിന് രണ്ട് ദേശങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ലാത്ത നിലയിലേക്ക് മാറുന്നു. സ്പാനുകളുണ്ടെങ്കിൽ ആ സ്പാനുകളുടെ താഴെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കിട്ടും. പലതരത്തിലാണ് ഇതിനൊക്കെ ഒരു പണ്ട് അതിന് അങ്ങനെ സ്ഥലങ്ങൾ ലഭിച്ചാൽ അതെല്ലാം പിന്നീട് പലതരത്തിൽ ഉപയോഗിക്കാൻ കഴിയും. ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അശാസ്ത്രീയമായി ഇങ്ങനെ ചെയ്തതിൻ്റെ ഫലമാണ് ഇപ്പോൾ സംഭവിച്ചു എന്നാണ് നാട്ടുകാരുടെയും പരാതി. വിനിഷ. അശോക്, ഏതായാലും കൊല്ലത്തുനിന്ന് ദേശീയപാത ഇടിഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏതായാലും കൊല്ലം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവിടെ കളക്ടറുടെ ചേംബറിൽ നിർണായകമായ യോഗം നടക്കാൻ പോവുകയാണ്. ദേശീയപാത അതോറിറ്റിക്ക് ഇക്കാര്യത്തിൽ എന്ത് വിശദീകരണമാണ് നൽകാനുള്ളത് എന്ന് തന്നെയാണ് അറിയേണ്ടതുള്ളത്. കാരണം ദേശീയപാത നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയങ്ങളാണ് ഇന്നലെ ആ അപകടത്തിന് ശേഷം പ്രദേശവാസികളെല്ലാം ഉന്നയിക്കുന്നത്. അപ്പോൾ എന്തായാലും യോഗം നടക്കട്ടെ. താങ്ക് യു. രാജ്കുമാറാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.